Hi guys, welcome back to another video of Project G4. So, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെറുതായിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കി, അതിലേക്ക് ഓരോ പ്രോപ്പർട്ടീസ് ആഡ് ചെയ്ത് ആ ഒബ്ജക്റ്റ് എങ്ങനെ സ്പെസിഫൈ ആവുമെന്നുള്ളത് നമ്മൾ നോക്കി. ബൈ ഡിഫോൾട്ട് ആയിട്ട് അവർ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഒബ്ജക്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നോക്കി. സോ ഫ്രം ദിസ് വീഡിയോ, ഈ വീഡിയോ തൊട്ട് നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് പോകാൻ പോവാണ്. ഇപ്പോ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബേസിക് കുറച്ച് ടൂൾസ് ഉണ്ട് യൂണിറ്റിയുടെ. ആ ടൂൾസിൽ നിന്നായിരിക്കും നമ്മളന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ ഞാൻ ഓൾറെഡി പ്രൊജക്ട് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് ജസ്റ്റ് നമുക്കൊരു 3D ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ റൈറ്റ് ക്ലിക്ക് ഓൺ ഹൈറാർക്കി പാനൽ. എല്ലാവർക്കും ഓർമ്മ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഹൈറാർക്കി പാനൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, 3D ഒബ്ജക്ട് സെലക്ട് ചെയ്യുക ആൻഡ് ക്ലിക്ക് ക്രിയേറ്റ് എ സ്പിയർ. റൈറ്റ്, ഞാൻ ഒരു സ്പിയർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ ഒബ്ജക്ട്സ് വെച്ചാണ് ഞാൻ നിങ്ങൾക്ക് യൂണിറ്റിയുടെ മാനിപ്പുലേഷൻ ടൂൾസ് നമ്മൾ പഠിക്കാൻ പോകും. റൈറ്റ്, സോ ഞാൻ ഈ സ്പിയർ സെലക്ട് ചെയ്തു. സ്പിയർ സെലക്ട് ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ട് നിങ്ങൾക്ക് ഒരു 3 ആരോ കാണാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ബിക്കോസ് നമ്മൾ ഓൾറെഡി മൂവ്മെന്റ് ടൂൾ ആണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മൂവ് ടൂൾ ആണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. റൈറ്റ്, സോ നിങ്ങളുടെ സീൻ വ്യൂവിന്റെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പ് കുറച്ച് ടൂൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഹാൻഡിന്റെ സിമ്പിൾ ഉണ്ട്, പിന്നെ മൂവിന്റെ സിമ്പിൾ ഉണ്ട്, പിന്നെ റൊട്ടേഷൻ പോലൊരു സാധനമുണ്ട്, സൈസ് കൂട്ടാനുണ്ട്. സോ ദർ ആർ അറൌണ്ട് 5 സിമ്പിൾസ് കാണുന്നത്. അത് 5 ടൂൾസ് ആണ്. ഫസ്റ്റ് വൺ ഇസ് ഹാൻഡ് ടൂൾ. ഹാൻഡ് ടൂൾ ജസ്റ്റ് വ്യൂവിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഇപ്പം ഒരു സീൻ വ്യൂവിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാനൊരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഹാൻഡ് ടൂളിന് താഴെയുള്ള മൂവ് ടൂൾ സെലക്ട് ചെയ്യാൻ പറ്റും. സോ മൂവ് ടൂൾ സെലക്ട് ചെയ്യുമ്പോഴാണ് നേരത്തെ കണ്ട ആരോസ് നമുക്ക് കാണാൻ പറ്റും. നൗ വെരി ഇമ്പോർട്ടന്റ് തിങ് ഇസ് യൂണിറ്റി ഈസ് എ വൈ അപ്പ് എഞ്ചിൻ, വൈ അപ്പ് ഗെയിം എഞ്ചിൻ, അല്ലെങ്കിൽ വൈ അപ്പ് സർഫേസ് ആണ് യൂണിറ്റി എന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈ ആക്സിസ്, ഇതിനകത്ത് ഈ ഗ്രീൻ ആണ് വൈ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രീൻ ആണ് വൈ ആക്സിസ് എന്ന് പറയുന്നത്. വൈ ആക്സിസ് എപ്പോഴും അപ്പ് ആയിരിക്കും. അതായത് വൈ ആക്സിസ് മാത്രമാണ് എപ്പോഴും ഒരേ ഡയറക്ഷനിലേക്ക് പോയിന്റ് ചെയ്യാൻ പോകുന്നത്. ഈ എക്സ് ആക്സിസും ഇസഡ് ആക്സിസും നമ്മളുടെ ഒബ്ജക്റ്റിന്റെ പ്ലേസ്മെന്റും ക്യാമറയുടെ വ്യൂവും അനുസരിച്ച് മാറും. ചില സമയത്ത് ഇപ്പൊ കണ്ടില്ല, ഇപ്പം നിങ്ങളുടെ ഈ എക്സ് ആക്സിസ് ആണ് ഫോർവേഡും ബാക്ക്വേർഡും. റൈറ്റ്, കാണാൻ പറ്റുന്നുണ്ടോ? അതേസമയം ഞാൻ വ്യൂ ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പം ബ്ലൂ ആക്സിസ് ആണ് ഫോർവേഡും ബാക്ക്വേർഡും. റൈറ്റ്, ഇസഡ് ആക്സിസ് എന്തായി, സോറി എക്സ് ആക്സിസ് എന്തായി, ലെഫ്റ്റും റൈറ്റും ആയി. സോ ബ്ലൂ ആണ് ഇസഡ് ആക്സിസ്. സോ ഇസഡ് ആക്സിസ് ആയി ഇവിടെ ഫോർവേഡും ബാക്ക്വേർഡും. പക്ഷെ വൈ ശ്രദ്ധിച്ചോ, വൈ അപ്പോഴും അപ്പും ഡൗൺ തന്നെ. സോ വൈ എപ്പോഴും ഇതിനകത്ത് അൺചേഞ്ചബിൾ ഡയറക്ഷൻ ആണ്. റൈറ്റ്, എപ്പോഴും വൈ അപ്പ് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ യൂണിറ്റിയെ നമ്മളൊരു വൈ അപ്പ് ഗെയിം എഞ്ചിൻ എന്നാണ് വിളിക്കുന്നത്. ക്ലിയർ? ബ്ലെൻഡർ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് ഇത് കുറച്ചുകൂടെ ഫെമിലിയർ ആയിരിക്കും. കാരണം ബ്ലെൻഡറിനകത്തും ഏകദേശം ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. റൈറ്റ്, സോ ദിസ് ഇസ് ദി മൂവ്മെന്റ് ടൂൾ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മൂവ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യേണ്ടത് ആ ആക്സിസ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ്, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് മൗസ് ആണെന്നുണ്ടെങ്കിൽ മൗസ് ഡ്രാഗ് ചെയ്യുക, ടച്ച് പാഡ് ആണെന്നുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക. ആൻഡ് ഇറ്റ് വിൽ മൂവ് ടു ദാറ്റ് ഡയറക്ഷൻ. ഏതാണോ പോകുന്നത് ആ ഡയറക്ഷൻ. ഇപ്പം എനിക്കിപ്പം ഇസഡ് ആക്സിസിലാണ് നീക്കേണ്ടതെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. സി, നമ്മൾ ആ ആക്സിസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ആക്സിസ് യെല്ലോ ടോൺ ആവും. മറ്റേത് രണ്ടും ഒരു ബ്ലാക്ക് കളർ ആയതിനു ശേഷം, അല്ലെങ്കിൽ ഒരു ഡിസേബിൾ കളർ ആയതിനു ശേഷം മറ്റേത് മാത്രം യെല്ലോ ആയിട്ട് ഹൈലൈറ്റ് ആവും. സോ അത് വെച്ച് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇത് മൂവ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഇതിന്റെ ട്രാൻസ്ഫോം കമ്പോണന്റ് കൂടെ ശ്രദ്ധിക്കുക. സി, ട്രാൻസ്ഫോം കമ്പോണന്റിലെ പൊസിഷൻ എന്ന് പറയുന്നത് കണ്ടോ, എക്സ് വൈ ഇസഡ്. ഞാനിപ്പം എക്സ് ആക്സിസ് നീക്കുമ്പോൾ അവിടെ എക്സിന്റെ വാല്യൂസ് ചേഞ്ച് ആവും. ഞാൻ വൈ ആക്സിസ് നീക്കുമ്പോൾ വൈന്റെ വാല്യൂസ്, സോറി ഇസഡ് ആക്സിസ് നിൽക്കുമ്പോൾ ഇസഡിന്റെ വാല്യൂസ്, ആൻഡ് വൈ ആക്സിസ് നിൽക്കുമ്പോൾ വൈന്റെ വാല്യൂസ്. ക്ലിയർ? ഇനി നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ ഒരിക്കലും സെന്ററിൽ പിടിച്ച് മാറ്റും. സെന്ററിൽ പിടിച്ച് മാറ്റിയ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് എ ടൈം 2 or 3 ആക്സസ് ഒറ്റയടിക്ക് സെലക്ട് ആവും. ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചാൽ ഞാനിപ്പോ സെന്ററിൽ പിടിച്ചാൽ മാറ്റാൻ പോകുന്നത്. സി, അറ്റ് എ ടൈം എക്സും വൈയും ചേഞ്ച് ആവുന്നുണ്ട്. യു ക്യാൻ സീ ദാറ്റ്.
റൈറ്റ്? സോ അതുകൊണ്ട് ഏത് ആക്സസ് ആണോ ചേഞ്ച് ചെയ്യേണ്ടത് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, റൈറ്റ്? അത് എപ്പോഴും പല പല ആവശ്യങ്ങൾക്ക് നമുക്കത് അങ്ങനെ ചെയ്യുന്നതാണ് ആക്യുറേറ്റ്. കാരണം എന്താണെന്ന് പറയാം, നമ്മൾ ചിലപ്പോൾ ഇവിടെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ ഇതിപ്പോ ഏകദേശം സെന്റർ ആണെന്ന് പറഞ്ഞു നോക്കും, പക്ഷെ പിന്നെ വേറൊരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ അതിന്റെ വ്യൂ മാറും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബിഫോർ ദാറ്റ് അടുത്ത ടൂൾ, നെക്സ്റ്റ് ടൂൾ ഇസ് റൊട്ടേഷൻ. സോ മൂവ്മെന്റ് ടൂൾ കഴിഞ്ഞു, റൊട്ടേഷൻ ടൂൾ. റൊട്ടേഷനും ഇതുപോലെ തന്നെ യു വിൽ സീ 3 ആക്സസ്. സോ ഗ്രീൻ എന്ന് പറയുന്നത് ഇസ് വൈ ആക്സസ്, റൈറ്റ്? സോ വൈ ആക്സിന്റെ ചുറ്റിലും, അതായത് അപ്പാരോടെ ചുറ്റിലും റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ. സോ ഞാനിപ്പോ ഗ്രീൻ സെലക്ട് ചെയ്തിട്ട് ഐ ക്യാൻ റൊട്ടേറ്റ്. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ വി നീഡ് എ ബിറ്റ് മോർ ബെറ്റർ ഗെയിം ഒബ്ജക്ട്. സോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ക്യൂബ്. അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. സോ ക്യൂബ് സെലക്ട് ചെയ്തു, റൊട്ടേറ്റ് ടൂൾ സെലക്ട് ചെയ്തു, ഞാൻ ഇനി റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. സി, സോ വൈ ആക്സിന്റെ ചുറ്റിലും, ഇനി ഇസഡ് ആക്സിന്റെ ചുറ്റിലുമാണെങ്കിൽ, സോറി എക്സ് ആക്സിസ്, ഇസഡ് ആക്സിന്റെ ചുറ്റിലുമാണെങ്കിൽ ഇങ്ങനെ, എക്സിന്റെ ചുറ്റിലുമാണെങ്കിൽ ഇങ്ങനെ, വൈന്റെ ചുറ്റിലുമാണെങ്കിൽ. സോ ദിസ് ഇസ് ദി റൊട്ടേറ്റ് ടൂൾ. ആദ്യത്തേത് മൂവ് ടൂൾ ആയിരുന്നു, രണ്ടാമത്തേത് റൊട്ടേറ്റ്, മൂന്നാമത്തേത് ഇസ് സ്കെയിലിംഗ് ടൂൾ. സ്കെയിലിംഗ് ടൂൾ അഗൈൻ ഇതിന്റെ സൈസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. സ്കെയിലിംഗ് ടൂൾ ഇസ് ഗോയിങ് ടു ചേഞ്ച് ഇറ്റ്സ് സൈസ്. സി, സ്കെയിലിംഗ് ടൂൾ ഏത് ഒബ്ജക്റ്റ് ആണോ സൈസ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യാം, സ്കെയിലിംഗ് ടൂൾ സെലക്ട് ചെയ്യാം. അഗൈൻ 3 ആരോസ്. ഇപ്പം എനിക്ക് ഹൈറ്റ് ആണ് കൂട്ടേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ വൈയിലെ ഡയറക്ഷനിലേക്കാണ് എനിക്ക് സൈസ് കൂട്ടണമെങ്കിൽ ഗ്രീൻ ആരോ ക്ലിക്ക് ചെയ്യാം ആൻഡ് ജസ്റ്റ് ഡ്രാഗ്. സി, നെക്സ്റ്റ് വൺ ഇസ് റെക്ട് ടൂൾ. ഇത് സ്കെയിൽ ടൂൾ ആയിരുന്നു. നെക്സ്റ്റ് വൺ ഇസ് റെക്ട് ടൂൾ. റെക്ട് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ നോക്കാണ്ട് ഡയറക്റ്റ് എല്ലാ സൈഡിലേക്കും അതിന്റെ സൈസ് കൂട്ടാനാണ്. ഞാൻ ഏത് സൈഡിലേക്ക് ചേഞ്ച് ചെയ്യുന്നു, ഇപ്പൊ അറ്റ് എ ടൈം 2 എണ്ണത്തിന്റെ ആയിരിക്കും കൂടാൻ പോകുന്നത്, മറ്റേത് ഓരോ ഡയറക്ഷനിലേക്കാണ്. ഇതിപ്പോ ഞാനിപ്പോ ചേഞ്ച് ചെയ്ത് കണ്ടോ, നൗ എക്സിന്റെയും വൈന്റെയും ഇസഡിന്റെയും ഒന്നിച്ച് മാറുന്നുണ്ട്. സോറി, എക്സിന്റെയും വൈന്റെയും മാറുന്നുണ്ട്. സീതാ കാണാൻ പറ്റുന്നുണ്ടോ? ഇനി ഞാൻ ഈ ഒരു ആംഗിളിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇസഡിന്റെയും വൈന്റെയും മാറുന്നുണ്ട്. അറ്റ് എ ടൈം 2 ഡയറക്ഷനിൽ സൈസ് ചേഞ്ചസ് വരുത്താനാണ് നമ്മൾ റെക്ട് ടൂൾ യൂസ് ചെയ്യുന്നത്. സ്കെയിൽ ടൂൾ എങ്ങനെയായിരുന്നു, ഒരു ഡയറക്ഷൻ. ഞാനിപ്പോ എക്സ് ക്ലിക്ക് ചെയ്താൽ എക്സിന്റെ മാത്രം, വൈ ക്ലിക്ക് ചെയ്താൽ വൈന്റെ മാത്രം, ഇസഡ് ക്ലിക്ക് ചെയ്താൽ ഇസഡിന്റെ മാത്രം. അതേസമയം റെക്ട് ടൂൾ ആണെന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈം 2. ഇപ്പൊ ഞാൻ ഈ വ്യൂവിൽ നിന്നാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇതിന്റെ ആംഗിൾ നോക്കിക്കോ എല്ലാവരും, ഇങ്ങോട്ട് എക്സ് ആക്സിസ്, മുകളിലോട്ട് വൈ ആക്സിസ്. സോ ഞാനിപ്പോ റെക്ട് ടൂൾ എടുക്കാൻ പോവാണ്, ഞാൻ സൈസ് കൂട്ടാൻ പോവാം. എല്ലാവരും ട്രാൻസ്ഫോം കമ്പോണന്റ് സ്കെയിലിന്റെ അവിടെ നോക്കിക്കേ, എക്സും വൈയും ചേഞ്ച് ആണ്. സി, സോ ദിസ് ഇസ് റെക്ട് ടൂൾ. മൂന്നാമത്തേത് ട്രാൻസ്ഫോം ടൂൾ. ഇത് എല്ലാം കൂടെ കോമൺ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാനിപ്പോ ജസ്റ്റ് ഒരു ക്യൂബ് എടുക്കുകയാണ്. ഈ ക്യൂബ് ഞാൻ കുറച്ചൊന്ന് മാറ്റി വെക്കും, ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നൗ ഐ ആം ഗോയിങ് ടു സീ ട്രാൻസ്ഫോം ടൂൾ. സോ ഇതെനിക്ക് എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാൻ പറ്റും. അതായത് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, സൈസ് കൂട്ടാൻ പറ്റും, എല്ലാം അറ്റ് എ ടൈം. ഒരേ ടൈമിൽ 3 ടൂള് ഒന്നിച്ചുണ്ട്. ഏതൊക്കെ ടൂളാണ്? മൂവ് ടൂള്, റൊട്ടേറ്റ് ടൂള്, സ്കെയിലിംഗ് ടൂൾ. സോ നമ്മുടെ ടൂൾസ് ഒക്കെ ക്ലിയർ ആയല്ലോ. വി ഹാവ് ഫസ്റ്റ് വൺ വാസ് മൂവ് ടൂൾ, സെക്കൻഡ് വൺ ഇസ് റൊട്ടേറ്റ് ടൂൾ, തേർഡ് വൺ ഇസ് സ്കെയിൽ ടൂൾ, ഫോർത്ത് വൺ ഇസ് റെക്ട് ടൂൾ ആൻഡ് ഫിഫ്ത്ത് വൺ ഇസ് ട്രാൻസ്ഫോം ടൂൾ. അതിന്റെ താഴെ വേറൊരു ടൂളും കൂടെ ഉണ്ട്. അത് നമ്മൾ കൊളൈഡർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തിനാണ് എന്നുള്ളത്. സോ റൈറ്റ് നൗ 5 tools. ക്ലിയർ? ഇനി ഞാനിപ്പോ ഒരു ക്യൂബ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിൽ കളർ എങ്ങനെ കൊടുക്കാം എന്ന് പഠിക്കാം. ഓക്കെ, കളർ കൊടുക്കുന്നത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് എന്ന് ഞാനിത് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അതായത് ഇതിന്റെ വ്യൂ ഡിസൈഡ് ചെയ്യുന്ന മെറ്റീരിയൽ. ഇപ്പം ഇത് ഓൾറെഡി ഉള്ള ഒരു ഡിഫോൾട്ട് മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഈ വൈറ്റ് കളർ വരുന്നത്. സോ ഞാനിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റിയിൽ നമ്മൾ എന്ത് സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്ത് വേണം ക്രിയേറ്റ് ചെയ്യാൻ. സോ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഇവിടെ
അസറ്റ്സിനകത്ത് ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ഫോൾഡർ, റൈറ്റ്? ആ ഫോൾഡറിന്റെ പേര് ഞാൻ മെറ്റീരിയൽസ് എന്ന് കൊടുക്കാൻ പോകും. അപ്പൊ എന്താ പറ്റുക, ഇനി ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന മെറ്റീരിയൽസ് എല്ലാം ഈ ഫോൾഡറിനകത്തായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്, റൈറ്റ്? ഓൾ മെറ്റീരിയൽസ്, എല്ലാ മെറ്റീരിയൽസ് ഞാൻ ഇതിനകത്തായിരിക്കും. കാരണം എനിക്ക് പല സാധനങ്ങൾക്ക് കളർ കൊടുക്കേണ്ടി വരും. ഇപ്പൊ ക്യൂബിന് കൊടുക്കണം, ഞാൻ വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിന് കൊടുക്കണം, അപ്പൊ ഇതിനകത്തൊരു സ്പിയർ ഉണ്ട് അതിന് കൊടുക്കണം. സോ ലെറ്റ്സ് ഡു ഇറ്റ്, റൈറ്റ്? ഇനി മെറ്റീരിയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് പറയാം. മെറ്റീരിയൽസ് ഫോൾഡറിൽ പോവുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ഇവിടെ മെറ്റീരിയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ടോ? അഗൈൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാൻ ക്രിയേറ്റ് ചെയ്ത ആ ഫോൾഡറിനകത്ത് പോവുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് മെറ്റീരിയൽ, റൈറ്റ്? പിന്നെ അതിന് ഇഷ്ടമുള്ള പേര് കൊടുക്കുക, ഐഡിയലി മീനിങ് ഫുൾ പേര് കൊടുക്കുക. ഞാനിപ്പോ ഇത് റെഡ് ആക്കാൻ പോവാണ്. സോ ഐ എം ഗോയിങ് ടു ഗിവ് ഇറ്റ് ദ നെയിം റെഡ്. പേര് കൊടുത്തു എന്ന് വെച്ചാൽ അത് റെഡ് ആവില്ല, ബട്ട് സിൻസ് ഐ എം ഗോയിങ് ടു, അതിനെ ഞാൻ റെഡ് ആണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഞാൻ റെഡ് എന്ന് പേര് കൊടുക്കും, റൈറ്റ്? ഇനി ഞാൻ മെറ്റീരിയൽ സെലക്ട് ചെയ്യുക, റൈറ്റ് സൈഡിൽ ഇൻസ്പെക്ടർ പാനൽ നോക്കുക, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോ ജസ്റ്റ് ഇവിടെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. സോ ഇവിടെ ക്ലിക്ക് ചെയ്യുക, സി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കളർ പിക്കർ വരും. ഇഷ്ടമുള്ള കളർ കൊടുക്കുക. ഞാനിപ്പോ റെഡ് ആണ് പറയുന്നത്. സോ റെഡ് ഷെയ്ഡ് എടുക്കുക, മെറ്റീരിയൽ കളർ റെഡ് ആയി. ഫൈൻ. ഇതുപോലെ ഞാൻ വേറൊരു മെറ്റീരിയലും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഐ വോണ്ട് ഇറ്റ് ടു ബി ബ്ലൂ, ഒരു ബ്ലൂ മെറ്റീരിയലും കൂടെ വേണം. സോ മെറ്റീരിയൽ ഒക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തു, ഇതിന് ബ്ലൂ എന്ന് പേര് കൊടുത്തു. വീണ്ടും എങ്ങനെയായിരുന്നു, ഇത് ക്ലിക്ക് ചെയ്യാം, കളർ പിക്കർ ഓപ്പൺ ആയി, സെലക്ട് ബ്ലൂ ആൻഡ് ക്ലിയർ. ഇനി ഇപ്പൊ നമ്മൾ മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തു, ഇത് ഇനി നമുക്ക് ഈ ഒബ്ജക്ട്സിന് കൊടുക്കണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്, ഇപ്പം എനിക്ക് ക്യൂബിനാണ് കൊടുക്കേണ്ടത്. സോ ഞാൻ ക്യൂബ് സെലക്ട് ചെയ്യണം. കളർ എവിടെയാ കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞ മെഷ് റെൻഡറിനകത്ത്. മെഷ് റെൻഡറിനകത്ത് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഒരു ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. അതിന്റെ അവിടെ കണ്ടോ എലമെന്റ് 0 എന്ന് പറഞ്ഞ് കിടക്കുന്നത്. ഇപ്പൊ ഡിഫോൾട്ട് മെറ്റീരിയലാണ് കിടക്കുന്നത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ നമ്മൾ അങ്ങോട്ട് കൊണ്ടിടാൻ പോവുകയാണ്. ഓക്കെ, ഓൾറെഡി ഇനി ഇത് 2-3 രീതിയിൽ ആഡ് ചെയ്യാം. ഈ ഡിഫോൾട്ട് മെറ്റീരിയലിന്റെ സൈഡിൽ ഒരു ചെറിയ പോയിന്റ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത മെറ്റീരിയൽസ് ഇതിനകത്ത് കാണാൻ പറ്റും. സോ അത് സെലക്ട് ചെയ്യാം. ദിസ് ഇസ് വൺ വേ. രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതിപ്പോ ഞാൻ വീണ്ടും തിരിച്ച് ഡിഫോൾട്ട് ആക്കാൻ പോകണ്ടോ. രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽസ് ഡയറക്റ്റ് വേണമെങ്കിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് നേരെ സീനിലേക്ക് കൊണ്ട് ഡ്രോപ്പ് ചെയ്താൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെയാണ് മെറ്റീരിയൽ ആഡ് ചെയ്യുന്നത്. ഇനി ഞാൻ ഈ ബ്ലൂ കൊണ്ട് തന്നെ സ്പിയറിന് ഇടാൻ പോവുകയാണ്, റൈറ്റ്? സോ ബ്ലൂ സെലക്ട് ചെയ്തു, സ്പിയറിന് നമുക്ക് ഇത് ഒന്നുകൂടെ ജസ്റ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഞാനിപ്പോ ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്തു, പുതിയൊരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ആ മെറ്റീരിയൽ. ഇനി എനിക്ക് ഓൾറെഡി ഉള്ള കളർ തന്നെ കൊടുക്കാനാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഡ്രാഗ് ഡ്രോപ്പ് ചെയ്ത്, ഇപ്പൊ എനിക്ക് റെഡ് തന്നെയാണ് വേണമെങ്കിൽ റെഡ് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. പക്ഷെ എനിക്ക് പുതിയൊരു കളർ വേണമെങ്കിൽ ഞാൻ വേറൊരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യണം. സോ അഗൈൻ ക്രിയേറ്റ് എ മെറ്റീരിയൽ. Let's give it the color yellow. Okay, right, yellow. ഇനി കളർ പിക്കർ യൂസ് ചെയ്തിട്ട് യെല്ലോ ആക്കുക, right, and then just drag it down. So ഇങ്ങനെയാണ് നമ്മൾ ഗെയിം ഒബ്ജക്ട്സിന് കളർ കൊടുക്കുന്നത്. കളർ എന്നല്ല, ആക്ച്വലി വ്യൂ കൊടുക്കുന്നത്. ഈ മെറ്റീരിയൽസിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. വേറെ ആൽബിഡോ, മെറ്റാലിക്. സോ വേറെ പുറത്തു നിന്നൊക്കെ നമുക്ക് ഡിസൈൻസും കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ പറ്റും. ബട്ട് ഫോർ ദ ടൈം ബീങ് ലെറ്റ്സ് സ്റ്റിക്ക് ടു ദിസ്. അതൊക്കെ നിങ്ങൾ ടൈം കിട്ടുമ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് നോക്കുക. യു ഹാവ് എ ലോട്ട് ഓഫ് ഓപ്ഷൻസ്. ഫൈൻ. സോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റിന് കളർ കൊടുക്കുന്നത്, റൈറ്റ്? അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ നോക്കി? ഇന്ന് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനെ മൂവ് ചെയ്യാൻ പഠിച്ചു, റൊട്ടേറ്റ് ചെയ്യാൻ പഠിച്ചു. അതിന്റെ സൈസ് 2 രീതിയിൽ, വൺ ഇസ് യൂസിങ് സ്കെയിൽ ടൂൾ, വൺ ഇസ് യൂസിങ് റെക്ട് ടൂൾ. 2 രീതിയിൽ അതിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു. സ്കെയിൽ ടൂളും റെക്ട് ടൂളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പഠിച്ചു. സ്കെയിൽ ടൂൾ എന്താണ്? അറ്റ് എ ടൈം ഒരു ഡയറക്ഷനിലാണ് നമുക്ക് ലെങ്ത് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റും. സ്കെയിൽ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ ടൈം 2 ഡയറക്ഷൻ, റൈറ്റ്?
ദെൻ പിന്നെ നമ്മൾ ട്രാൻസ്ഫോം ടൂൾ പഠിച്ചു. എല്ലാം കൂടെ കോമൺ ആയിട്ട് ചെയ്യാനായിട്ടുള്ളത് നമ്മൾ പഠിച്ചു. അത് കൂടാണ്ട് മെറ്റീരിയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, അത് എന്ത് ഫോർമാറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ എന്ത് പുതിയ സാധനം ക്രിയേറ്റ് ചെയ്യുമ്പോഴും മേക്ക് എ ഫോൾഡർ, റൈറ്റ്? ഇപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകണമെങ്കിൽ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കണം, എന്നിട്ട് അതിനകത്ത് വേണം എല്ലാ സ്ക്രിപ്റ്റ്സും വരാനായിട്ട്. സോ നമ്മൾ മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞൊരു ഫോൾഡറാണ് ആദ്യം ക്രിയേറ്റ് ചെയ്തത്. അതിനകത്താണ് എന്നിട്ട് നമ്മൾ ഓരോ മെറ്റീരിയൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, ചുമ്മാ വേണമെങ്കിലും ചെയ്യാം, പക്ഷെ അപ്പോൾ അതിനൊരു ഓർഡർ ഉണ്ടാകും. So make sure you're ordered and proper. നമ്മൾ സ്റ്റാൻഡേർഡ്സ് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. അപ്പോ ഇഫ് യു ഡിഡ് ലൈക്ക് ദിസ് വീഡിയോ, നിങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷൻ കിട്ടി, നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു support us by liking, sharing and subscribing this. See you in the next video with more details. Thank you.